हे गाइस, वेलकम बैक टू आवर चैनल। तो हम आ गए थुदारम के वापस एक और नए पार्ट के साथ, और हम इसके जैसे जैसे मूवी आगे बढ़ती जा रही है और ज्यादा मजा इंटरेस्टिंग हो रही है वही। और अब इसकी जो गाड़ी है उसमें गांजा हम्म, मिल गया है। जो मोहनलाल का करेक्टर है यार, मेरे को बहुत ज्यादा अच्छा लग रहा है। हाँ मतलब काफी डाउन टू अर्थ है, स्वीट है ना, किसी को कुछ नहीं इवन दो बोलते हैं। मतलब मोहनलाल की कोई गलती भी नहीं है, वो ऐसे ही फंस गए हैं बीच में। बट ये अब हमें ये भी पता लग गया कि किसने की है वो चीज, बट वो बंदा अब मिल नहीं रहा है। वही। तो देखते हैं कि अब क्या होने वाला है। सो फिर आप भी देखिए, हम भी देखते हैं। लेट्स लेट्स स्टार्ट। എന്തായി എന്തായി അവിടെ നിൽക്കടാ. അതെ ശ്യാം സാറേ, സാറേ ഇതിങ്ങനെ വല്ല കേസാക്കേണ്ട കാര്യമുണ്ടോ? ഇത് അങ്ങനെ കിട്ടിയിട്ടാണ് ആകെ 500 ഗ്രാമേ ഉള്ളൂ. അതെ എന്തെങ്കിലും കൂടെ തുതിക്കാ മതി. ആരല്ലേ 500 ग्राम ही मिला था। സംഗതി നീലച്ചടയനാണ് എന്റെ പിള്ളേച്ച. ഞാൻ കുട്ടിച്ച ഉരിയാച്ച. അതെ ഇതൊക്കെ ഇവന്മാർക്ക് എവിടെ നിന്ന് കിട്ടുന്നു? ശ്ശോ, നമുക്കൊന്നും കിട്ടുന്നില്ലല്ലോ. കാറ് പൈസ ഇറക്കേണ്ടി വരും. അല്ല നടക്കൂല. ആ, ഷാജി അതെ. ആ, ദാ, എവിടെ കളസം കയറൂല ഷാജി. ലാലി ഇവിടുന്ന് മനസ്സിലാക്കിയ അനുസരിച്ച് കാറിൽ 500 ഗ്രാമിൽ താഴെ കഞ്ചാവുണ്ടായിരുന്നുള്ളൂ. അതുപോലെ 850 ഗ്രാമിൽ താഴെയാണെങ്കിലേ വണ്ടി പിടിച്ചു വെക്കാൻ ഈ കോപ്പന്മാർക്ക് ഒരു അവകാശമില്ല അല്ലേ? പിന്നെ ഇങ്ങനെ എവിടെ ഇരുന്ന് എന്തൊക്കെയോ ആലോചിക്കുന്നുണ്ടോ നമ്മളെ പിടിപ്പിക്കാനായിട്ട്. അത് നമ്മൾ വേണ്ട കാര്യമില്ല അല്ലേ? നമുക്ക് ഇവരെ കൊണ്ട് കുറച്ച് പൈസ മുടക്കിച്ചിട്ടേ ഈ പ്രശ്നം ഒതുക്കി തീർക്കാം. എന്താ പറയുക? ഈ പൈസ എന്ന് പറഞ്ഞാൽ എത്ര പൈസ വേണ്ടി വരും? പൈസ എന്ന് പറയുമ്പോ അങ്ങനെ 4-5 लाख। അതായത് ഇൻസ്പെക്ടർക്ക് ഒരു 10 രൂപ, പിന്നെ വണ്ടി പിടിച്ച ഈ ചിമ്പാൻസില്ല അയാൾക്കൊരു 8 രൂപ, 8 രൂപ 7 രൂപ ഉണ്ടാവും. 17,000। എടീ, നിന്റെ പോസ്റ്റ് ഓഫീസ് ചിട്ടി പൈസേ ഇപ്പൊ എന്തായാലും കിട്ടാൻ സാധ്യതയുണ്ടോ? ബെൻസേ, ഏ? കിട്ടാൻ സാധ്യത ഇല്ല. यार വേറെന്തെങ്കിലും ഉണ്ടോ? കൊച്ചിന്റെ മാലയൊന്ന് മറിക്കാൻ തരുമോ? ഏയ് ബെൻസേ, എന്തോ എങ്ങനെ താനത് കണ്ടല്ലോ, തന്റെ വർക്ക്ഷോപ്പിലെ പയ്യൻ ചെയ്തതാ. എന്തോ ഭാഗ്യത്തിനെ കണ്ണു. നിങ്ങൾ ആദ്യം അവനെ കൊണ്ടുതാ, എന്നിട്ട് കാർ എടുക്കേ മനസ്സ് എന്താ കൊച്ചുകുട്ടികളെ പോലെ കാര്യമില്ല ഷാജി. यार क्या कर रहा है? സാറിങ്ങോട്ടൊന്ന് മടക്കം പറഞ്ഞു. ലാലില്ല പറയുന്നേ നമുക്ക് വേണ്ട പോലെ പുറത്ത് വെച്ച് സെറ്റിൽ ചെയ്യാം. ഒരു സാധ്യതയില്ല ലാലി. ഞാൻ പറഞ്ഞല്ലോ, പിന്നെ പറഞ്ഞു കൊടുക്കുന്ന കാര്യം എന്താ? ആ! എന്ത് തോന്നിയതാണ് നീ കാണിക്കുന്നത്? वो भाई തോന്നല്ലേ? ഇത് പോലീസ് സ്റ്റേഷൻ, നിന്റെ അച്ഛനല്ല ഈ കിടക്കുന്ന തൊണ്ടിയാ. എന്ത് തൊണ്ടിയാ സാറേ? ഞങ്ങൾക്ക് എല്ലാം അറിയാം. കാശുള്ളിടത്ത് നിങ്ങൾ ഇത് ചെയ്തില്ല. ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? ഞാൻ എന്ത് ചെയ്യണം ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ തീരുമാനിച്ചോളാം. നീ ഈ ആക്രി കൊണ്ട് ജീവിക്കുന്ന എനിക്കൊന്നും കാണണ്ട. ഞാൻ ജനിച്ചു പോയില്ലേ, ജീവിച്ചോളാം. ഞാൻ ഈ ജീവിക്കണം. കാണിക്കരുത്. നീ എന്നെ പഠിപ്പിക്കാതെ. गाड़ी दी। നീ എന്റെ കാലെ തൊട്ട് എന്തായാലും വണ്ടി ഇവിടുന്ന് കൊണ്ടുപോകാൻ നിനക്ക് പെയിന്റിങ് അറിയണം. ഞാൻ എന്ത് ചെയ്തു? പ്രതിയാണ് ഈ കേസിൽ. क्या ये वही। മോനെ നീ ഒന്ന് കൂളാണ്. വണ്ടിയിലോട്ട് ഇറങ്ങി. ആരെങ്കിലും കുറച്ച് AC ഇട്ട് കൊടുത്തേ. എങ്ങനെയാണ് കൂട്ടിപ്പിടിക്കാൻ നോക്കുമ്പോ നിന്റെ ഒരു കുളി നനയും. നിനക്ക് വല്ല നാണുണ്ടാ? നിനക്ക് വല്ല ബോധമുണ്ടാ? നിനക്ക് വല്ല കഴിവുണ്ടാ? എങ്ങനെയും പൈസ കൊടുത്ത് വണ്ടി ഇറക്കാൻ അങ്ങനെ പൈസ കൊടുത്ത് എന്റെ വണ്ടി ഇറക്കണം. ഞാനൊന്നും പറയാം. ഞാൻ കാറൊക്കെ വരുമാനം പറ്റാതെ പുറത്താനും പറയില്ലേ? ഇതിനാണ് തന്നെ വിളിച്ചോണ്ട് താനൊരു കാര്യം മനസ്സിലാക്കി. എടോ, തനിക്ക് ജന്മത്തിൽ കാർ തിരിച്ചു കിട്ടും. കുട്ടിച്ചോ കിട്ടും. അവന്മാർക്ക് കാശ് മനസ്സാക്കി വെച്ചൊക്കെ വിൽക്കും. അയ്യടി വരവല്ല. यार നീ കാറിന് വേണ്ടിട്ട് ഫാൻ കറങ്ങുന്നതിൽ ഇവിടെ കിടന്ന് വട്ടം കറങ്ങും. यार कुछ दिमाग लगाएगा। वही। മോള് നോക്കി കിടപ്പാണല്ലോ. गाड़ी का होगा एक मेन കുറച്ച് കഞ്ഞിയെടുക്കട്ടെ? पैसे दो उसको। ഇങ്ങനെ വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ കിടന്നാൽ കാറ് കിട്ടുവോ? എന്തു അടി? ഇങ്ങനെ ഒരു മണ്ടൻ നിങ്ങളല്ലാതെ മണിയനെ വിശ്വസിക്കോ? മോൻ വിളിച്ചോ? ആ രാവിലെ വിളിച്ചു. എന്നെ അന്വേഷിച്ചോ? ആ കാറിനെ പറ്റി അന്വേഷിച്ചു. നീ എന്താ പറഞ്ഞു? ഒരു തീരുമാനമായി എന്ന് പറഞ്ഞു. മണിയനെ കണ്ടപ്പോഴേ മനസ്സിലായി അവൻ കള്ളനാണെന്ന്.
நீங்க எங்க போறீங்க? നെഞ്ചിനകത്ത് വല്ലാത്തൊരു ഖനം. ஐயோ அட்டாக்கா? ചുമ്മാ ഇരി. या അമ്മമ്മയുടെ. എന്റെ കാറ് അവന്മാരെ ഞാൻ തൂക്കി വിട്ടാലോ? ഞാൻ സ്റ്റേഷൻ വരെ പോവാ. விக்கணும். நல்லதுன்னு விசாரிச்சா மதி. பெரிய கார் போர். സാരി മളത്തി അയ്യോ പാവം കളിച്ചതാടാ അണ്ണ അണ്ണ മുണ്ടും മടക്കി കുത്തി മീശയും പിരിച്ച് ഇമാരെ കൂമ്പിടിച്ച് കിടക്കണോണ്ണ ഇത് ഒരുമാതിരി ഡിസ്കൗണ്ട് ഹിസ്റ്ററിയല്ലേ പുല്ല് പിന്നെ നീ ചുമ്മാ വണ്ടി ഓടിക്കണേ. അണ്ണ ഞാൻ ഒരു കാര്യം പറയാം आप रिक्शा ले लो. ആ സിയുടെ വീട്ടിൽ ചെന്ന് നേരിട്ടൊന്ന് കാണുന്നേ എന്നിട്ട് കുമ്പിട്ട് നിന്ന് പുള്ളി ഒന്ന് പൊക്കി പറ നേട്ടത്തലേതാ നീ ഒരു സമയം പൊങ്ങി തന്നെ പുള്ളി ആ സ്പോട്ടിൽ വണ്ടി വിട്ടി വന്നേ ബാക്കി ഉളകളൊക്കെ കണക്കാ പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്ക് കഞ്ഞിയും പേറും ജയിലിൽ കിടക്കുന്ന പ്രതികൾക്ക് ചപ്പാത്തിയും ചിക്കനും നീ ചുമ്മാ വണ്ടി ഓടിക്കണം. ഇതിലും നല്ല രാജഭരണം ഏറ്റവും ശരിയല്ല. और जब इसको पता लगे कि वो अपनी गाड़ी के लिए वापस आया. സാറേ അവസരം ഫയൽ കിട്ടി സാറേ ഞാൻ നോക്കിക്കോളാം, അവിടെ വെച്ചോ. സാറടി വന്നാ ऐसे क्या ही कर रहा है ये बंदा. വൈകുന്നേരം മുതൽ ഫയൽ തപ്പിക്കല്ലേ നാളെ എങ്ങാനും പോവാം സർ गाड़ी गाड़ी എന്താടോ എന്റെ വണ്ടിയുടെ കാര്യം ബെന്നി സാറിനോട് സാറൊന്ന് പോയി പറയാം. താനാ ഇൻസ്പെക്ടറെ പോയി കണ്ടാ മതി എന്താ ജോറി സാറിനെ പോയി കാണ് അതാ നല്ലത് ജോർജ് സാർ हिम्मत करके जोर सर के साथ भी चले गया बेचारा. സാർ यार ये क्या ये भी मेरे को बहुत फनी लग रहा ഞാൻ है. എന്റെ വണ്ടി ഇറക്കാൻ വന്ന ഏതുണ്ട് സാർ പുറത്ത് കിടക്കുന്ന ഒരു ബ്ലാക്ക് അംബാസഡർ മാർക്ക് 1 KL03L 4455. ഒരു മിനിറ്റ് ഹലോ എന്താ എന്റെ പേര് ശരിക്കുള്ള പേര് ഷൺമുഖം എന്നാണ്. ബെൻസ് എന്ന് വിളിക്കും. ഗുണ്ടാണോ ഇടിക്കോ ഇരിക്കണോ എന്താണ് കേസ് സാറേ സാറേ मेरी गाड़ी में സാറേ गाना मिला. 10-20 വർഷമായിട്ട് മക്കളെ നോക്കുന്ന പോലെ കൊണ്ടു നടക്കുന്ന ഒരു വണ്ടിയാണ് സാറേ. എന്റെ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല ആ ചെറുക്ക എന്നോട് ഇങ്ങനെ ഒരു ചതി ചെയ്യും. ഞാൻ എന്റെ നെഞ്ചിൽ തൊട്ട് പറയാ ഞാൻ ആ വണ്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ല. സത്യം സാർ. ആ വണ്ടി ഇല്ലാതെ ഞാൻ ഇവിടുന്ന് പോകത്തില്ല. എന്റെ വയറ്റപ്പഴപ്പാ സാറേ ഈ വണ്ടി. എടോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല भैया बोल तो എന്തിനാ വണ്ടി देंगे. പിടിച്ചിട്ടേക്കണേ അല്ല ഇത് ആരെ പിടിച്ചേ സാർ ബെന്നി സാർ. ബെന്നിയാ ആ സാർ. ശ്യാമേ എടോ ഇത് കമ്പ്യൂട്ടറിലൊന്നും കേറ്റിയിട്ടില്ലല്ലോ അല്ലെ കേറാൻ മാത്രമൊന്നും ഇല്ല സാറേ എന്തുവാണ് ഒരു കാര്യം ചെയ്യ് താൻ തന്നെ ആ വണ്ടി ആടി എടുത്തിട്ട് കൊടുത്തു अब इसका तो ऐसा इसको क्या है उस गाड़ी में ऐसा. എല്ലാം ജോസാ यार इसमें ना कुछ गड़बड़ है मेरे को लग रहा है. സാർ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ സാർ ഒരു മിനിറ്റ് സാറേ. ഒരു വണ്ടി ഞാൻ വേറെ ആർക്കെങ്കിലും ഓടിക്കാൻ കൊടുക്കാറില്ല സാറേ. ഒരു കാര്യം പറയാം സാർ. എന്റെ വണ്ടി വേറെ ആരും ഓടിക്കാറില്ല സാറേ. അതെന്റെ നടുക്കിടണം. ആ സാർ സാറേ സാർ പതുക്കെ ഞാൻ എടുക്കാം സാർ. यार കുഴി എടുക്കണേ സാർ. സാർ സാർ ഒരു കുഴി സാർ പതുക്കെ. यार ये गाड़ी कैसे चल रही है. സാർ മനസ്സിലെന്തും വെച്ചേക്കല്ലേ സാർ. സാർ इसको ले जाएगा. എന്നോടൊന്നും തോന്നല്ലേ. നമ്മുടെ മണിയന്റെ കാര്യം എന്തായി സാറേ?
അവനെ കിട്ടിയോ കൊന്നോ കുഴിച്ചു മുടിയൊന്നോ നീ നോക്കേണ്ട കാര്യമില്ല. സാറേ എന്റെ താക്കോല്. സാറേ വണ്ടി കൊടുക്കാൻ പറ്റില്ല. ശ്യാമൻ പറഞ്ഞാൽ പോയിട്ട് കേട്ടോ. क्यों नहीं देगा ये സാറേ सब രാവിലെ क्या അവിടെ है? കിടന്ന് പട്ടി ഷോ കാണിച്ചാ. उसको ग्रज है. എടാ ഈഗോ തലയ്ക്കാത്തായ അല്ലേ? അത് ഈ സമയത്ത് വായിക്കാത്ത കുത്തിക്കേറ്റാ നോക്കല്ലേ. സാറേ ഞാൻ പറയുന്നൊന്ന് കേൾക്ക് സാറേ. ഞാൻ വണ്ടിയുടെ ഇങ്ങനെ നിർത്തി കീ താണ. സാറേ പ്ലീസ്. നീ വണ്ടി എടുത്തോണ്ട് നോക്കട്ടെ. സാർ. സാർ. ഓ, സാർ. चल फुट നീ कुछ तो गड़बड़ है. तो लग रहा है गाड़ी में ना मर्डर वर्डर कर दिया, कुछ तो हुआ है. എടീ വണ്ടി കിട്ടി. ഞാനിപ്പോ സ്റ്റേഷൻ. जल्दी जाओ और भाग इसको जिससे पहले मैनिपुलेट. നീ വേണേ കിടന്നോ. എടാ ഒരു ഓട്ടം വരാടാ നീ. ഇല്ല പോയിട്ട് തിരക്കൊന്നും ഇല്ലല്ലോ നിനക്ക്. സുദീപേ എരുമേലി ചെന്നിട്ട് റൈറ്റ് മേളിലോട്ടല്ലേ സുധീഷിന്റെ വീട്? പള്ളിയുടെ അവിടെ ചെല്ലുമ്പോ തന്നെ മതിലൊക്കെ എടാ ഇവിടെ എരുമേലിക്ക് എടുത്ത് നമ്മുടെ പി സിയുടെ സിസ്റ്ററിന്റെ കല്യാണം. നീ ഞങ്ങളെവിടെ നിന്ന് കൊണ്ടുവിടാവും? ഉടനല്ലേ സാർ यार വണ്ടി. कुछ करेंगे अब कुछ करें. അതെ ഞാൻ എണ്ണം അടിച്ച കൊഞ്ച. നീ സേഫ് ആയിട്ട് വീട്ടിൽ കൊണ്ട് എത്തിക്കണേ. ബെനി നീ വരുന്നില്ല കല്യാണത്തിന്? ആ സാറ് വരുന്നുണ്ടോ? പിന്നെ कुछ तो गड़बड़ है. भाई मेरे को लग रहा है अब कुछ होने वाला है നിനക്ക് क्योंकि എങ്ങനെയാടാ अभी ഈ तक इतनी ബെൻസ് स्मूथली जा रही है. അവരതിച്ച് बेंस സാറേ അതിന്റെ ഈ വണ്ടിപ്പിരാന്ത് കാരണം ആൾക്കാർ വിളിക്കുന്നത്. Benz SSLC करके. ബുക്കിൽ എന്റെ പേര് ഷൺമുഖ എന്നാണ്. നീ ഇളയ ചേട്ടാനല്ലേ? സാറേ ഇതൊക്കെയല്ലേ നമുക്ക് ജീവിക്കാൻ ഒരു പ്രതീക്ഷ നൽകുന്നത്. സാറിന്റെ ഫാമിലിയൊക്കെ എന്റെ പെമ്പറന്നൂത്തി മരിച്ചിട്ട് 5 വർഷം കഴിഞ്ഞു. അറിയില്ല. ഒരു മോളാ മേരി. നിനക്കോ? എനിക്ക് രണ്ടുപേരും, ഒരു മോനും ഒരു മോളും. മിടുക്കൻ. എടാ ബെനി നീ ഉറങ്ങിയോടാ? കഴിവാരി വീടറ ബെനി. ഒന്നുമില്ലെങ്കിലും നമ്മള് നല്ല കാര്യത്തിന് ഇറങ്ങിയല്ലേടാ. എടാ മനസ്സിലായി? ആ यार क्या है. अच्छा किसकी शादी है जो छुट्टी मांग रहा है? അയ്യോ ഇല്ല സാർ, എനിക്കാരെ അറിയില്ല. ബെനി നിനക്കറിയാലോ വേണം. ओ यार बहुत अच्छी मूवी है. सीरियसली अब मतलब कि यार लेकिन उसने बेंज ने फाइनली अपनी गाड़ी छुड़वा दी. मतलब कि हमारे को लगा नहीं था वो छुड़वा पाएगा, लेकिन बट कुछ तो रीजन होगा उसके पीछे. वही वो उसको दे ही नहीं रहा, मान ही नहीं रहा. वो अब जाने के अगले पार्ट में कि क्या होगा. अभी तक तो मूवी बहुत स्मूथली चल रही है, थोड़ा सा आया था ट्विस्ट सा, लेकिन अब वो गाड़ी मिल गई. अब पता नहीं क्या होगा आगे, बाकी देखते हैं कि अगले पार्ट में क्या होता है. तो गाइस यही था हमारा रिएक्शन. आप लोगों को कैसा लगा प्लीज कमेंट करके जरूर बताइएगा. अगर अच्छा लगे तो प्लीज इस वीडियो को लाइक करिए, शेयर करिए, कमेंट करें. और अगर चैनल पर नहीं हो तो सब्सक्राइब करिए. बाय.